ക്രൗഡ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ മഹാകുംഭമേളയിലേക്ക് വരാൻ ദേശീയ പോലീസ് അക്കാദമിയോട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ഇത്രമാത്രം കുറ്റമറ്റതായി ഈ കുംഭമേള നടത്താൻ കുംഭമേളയുടെ സംഘാടകർ ആരാണ്? ഒരു ജനക്കൂട്ടത്തെ ഇങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ? കുംഭമേളയുടെ വിജയം കാണുമ്പോൾ ഏവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണിത്. എന്നാൽ അങ്ങനെ ഒരു സംഘാടനം കുംഭമേളയ്ക്ക് പിന്നിൽ ഇല്ല എന്നതാണ് വാസ്തവം. സർക്കാരും സന്യാസി സംഘങ്ങളുമൊക്കെ പരസ്പരം സഹകരിച്ചാണ് കുംഭമേളകൾ നടത്തുക. സർക്കാർ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും നോക്കുമ്പോൾ സന്യാസിമാർക്ക് അവരുടേതായ സംവിധാനങ്ങളുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഇനിയൊരു തർക്കം ഉണ്ടായി എന്നിരിക്കട്ടെ, സന്യാസി സംഘങ്ങൾക്ക് തന്നെയാണ് മേൽക്കൈ ഈ വിഷയത്തിൽ ഉണ്ടാവുക. അഖാഡ പരിഷത്ത് എന്ന സംഘടനയാണ് കുംഭമേളയുടെ സംഘാടകർ എന്ന് ഒറ്റവാക്കിൽ പറയാം. അഖാഡ പരിഷത്തിന്റെ അധ്യക്ഷനാണ് മേളയുടെ സർവാധിപതി. ശങ്കരാചാര്യർ സ്ഥാപിച്ച 4 മഠങ്ങളിൽ ഉൾപ്പെടാത്ത അഖാഡ സന്യാസിമാരാണ് കുംഭമേളയിൽ ആദ്യമായി സ്നാനം ചെയ്യാൻ അവകാശം ലഭിച്ചവർ. ലോകോപകാരാർത്ഥം ജനങ്ങൾക്ക് ആത്മവിദ്യ ഉപദേശിക്കലാണ് പൊതുവെ സന്യാസിമാരുടെ ധർമ്മം. എന്നാൽ ലോകക്ഷേമത്തിനു വേണ്ടി ആയുധമെടുക്കാനും അവകാശമുള്ളവരാണ് അഖാഡ സന്യാസിമാർ. ഒരു കയ്യിൽ ജപമാല, മറുകയിൽ ആയുധവുമായാണ് ഇവർ നടക്കുക. പണ്ട് ഇസ്ലാമിക അധിനിവേശം ഉണ്ടായ കാലത്ത് ധർമ്മ സംരക്ഷണത്തിനായി ആയുധമെടുത്ത പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. അലിഖിതമാണ് അഖാഡകളുടെ ഭരണഘടന, എന്നാൽ അത് അലംഘനീയവുമാണ്. മഠികൾ ചേർന്നാണ് അഖാഡ ഉണ്ടാകുന്നത്. ഓരോ അഖാഡയ്ക്കും ഓരോ മഹന്തുക്കൾ അധിപതിയായുണ്ട്. മൊത്തം അഖാഡയിലെ മഹന്തുക്കളിൽ നിന്ന് 4 പേരെ ശ്രീ മഹന്തുക്കളായി തിരഞ്ഞെടുക്കും. ഇവരിൽ നിന്നൊരാളെ സഭാപതിയായി തിരഞ്ഞെടുക്കും. സന്യാസികളിൽ നിന്ന് ഒരാളെയാണ് അഖാഡകൾ തങ്ങളുടെ ആചാര്യനാക്കുന്നത്. പാണ്ഡിത്യമുള്ള സന്യാസിമാരെ അഖാഡകൾ മഹാമണ്ഡലേശ്വരന്മാരായി വാഴിക്കും. അവരിൽ നിന്നൊരാളെ ആചാര്യ മഹാമണ്ഡലേശ്വരനായി തിരഞ്ഞെടുക്കും. 13 അഖാഡകളിൽ 7 ശൈവരുടേതും 3 വൈഷ്ണവരുടേതും 3 ഉദാസീനുകളുടെയുമാണ്. സിഖ് ഗുരുവായ ഗുരുനാനാക്കിനെ തങ്ങളുടെ ആചാര്യനെ പരിഗണിക്കുന്നവരാണ് ഉദാസീനുകൾ. ഷാഹി സ്നാനം അഥവാ പുണ്യസ്നാനമാണ് കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. വ്യത്യസ്തമായ സ്നാനദിനങ്ങൾ ഉണ്ട് എങ്കിലും ഷാഹി സ്നാനമാണ് ഏറ്റവും വിശേഷപ്പെട്ടത്. മുഖ്യ സ്നാനദിനങ്ങളിൽ അഖാഡകളിൽപ്പെട്ട സന്യാസിമാർക്കും അവരുടെ ആശ്രമത്തിലെ അന്തേവാസികൾക്കും മാത്രമേ സ്നാനം ചെയ്യാൻ അവകാശമുള്ളൂ. ഇതിനായി സ്നാനഘട്ടത്തിലേക്ക് പോകുന്ന ഘോഷയാത്രയ്ക്ക് ജുലൂസ് എന്നാണ് പേര്. ആദ്യം അഖാഡയുടെ പതാകയും ചിഹ്നവും അഖാഡയുടെ ദേവന്റെ സ്വർണ്ണരഥം, ഒപ്പം നീണ്ട ദണ്ഡുകളും അധികാര സ്ഥാനങ്ങളും പിടിച്ച് നാഗസന്യാസിമാർ, പിന്നീട് മഹാമണ്ഡലേശ്വരന്റെ വെള്ളിരഥം, അതിനുശേഷം ആചാര്യന്മാരും മഹന്തുക്കളും, ഇടയ്ക്ക് വാദ്യഘോഷങ്ങളും. ഇങ്ങനെയാണ് യാത്രയുടെ ക്രമം. ഓരോ അഖാഡയ്ക്കും സ്നാനത്തിന് അതിൻ്റെതായ ക്രമമുണ്ട്. അത് തെറ്റിയാൽ അഖാഡകൾ തമ്മിൽ യുദ്ധങ്ങൾ വരെ നടക്കും. അതിനാൽ അലിഖിതമായ നിയമം ആരും തെറ്റിക്കാറില്ല. ഒരു അഖാഡയിലെ എല്ലാവരും സ്നാനം ചെയ്തതിനു ശേഷം മാത്രം അടുത്ത അഖാഡയിലുള്ളവർ സ്നാനത്തിനിറങ്ങും. ശൈവ അഖാഡകൾക്ക് ശേഷം വൈഷ്ണവ അഖാഡകളും ഉദാസീനുകളും സ്നാനം ചെയ്യുന്നതോടെ കുംഭമേളയുടെ പ്രധാന ഘട്ടമാണ് കടന്നു പോകുന്നത്. തുടർന്ന് അടുത്ത കുംഭമേള തീരഭൂമിയിലേക്ക്. കുംഭമേളയുടെ ഭാഗമായി ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, നാഗസന്യാസിമാർ. ശൈവ അഖാഡകളിലെ മുഴുവൻ സന്യാസിമാരും നാഗബാബമാരാണ്. അതിൽ മഹന്ത, ആചാര്യൻ തുടങ്ങി മുകളിലേക്കുള്ള സ്ഥാനങ്ങളിലുള്ളവർക്ക് എപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരും. അതുകൊണ്ട് അവർ വസ്ത്രം ധരിക്കും. മറ്റുള്ളവർ ദിഗംബരന്മാരായി തുടരും. കുംഭമേള കഴിഞ്ഞാൽ ഹിമാലയത്തിൽ ജപധാന്യങ്ങൾ ചെയ്യുന്നവർ മാത്രം അങ്ങോട്ട് പോകും. ബാക്കിയുള്ളവർ ഉത്തരേന്ത്യൻ നഗരങ്ങളിലും കാശി, മഥുര തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലും സന്ദർശനം നടത്തും. കുംഭമേള കാലത്ത് മാത്രം ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ് നാഗബാബമാർ എന്നത് തെറ്റായ അറിവാണ്. ശരീരത്തെ എങ്ങനെയും ദണ്ഡിപ്പിക്കാൻ കഴിവുള്ളവരാണ് നാഗസന്യാസിമാർ. ചുടലഭസ്മം ശരീരമാസകലം വാരിപ്പൂശി ദിഗംബരന്മാരായി നടക്കുന്ന നാഗബാബമാർ കുംഭമേളയുടെ പ്രധാന ആകർഷണമാണ്. പലവിധത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ച് നാഗബാബമാർ കാണികളെ അത്ഭുതപ്പെടുത്തുന്നു. ഇങ്ങനെ പ്രകടനപരതയില്ലാത്ത ആത്മീയതയിൽ ജീവിക്കുന്ന മഹായോഗികളും നാഗബാബമാർക്കിടയിലുണ്ട്. ഒന്നിനോടും മമതയില്ലാതെ ചൂടിനെയും തണുപ്പിനെയും മഴയും മഞ്ഞിനെയും സമമായി കണ്ട് ജീവിക്കുന്നവർ, ഉൾക്കാമ്പിൽ ആത്മീയതയുടെ ആത്മബോധത്തിന്റെ ചൂടുള്ളവർ, മഹാസന്യാസിമാർ. 12 ദേവദിനങ്ങൾ 12 മനുഷ്യവർഷങ്ങളാണ്. അതിനാലാണ് 3 വർഷം കൂടുമ്പോൾ ഇതിലെ ഓരോ സ്ഥലങ്ങളിലും ക്രമാനുഗത കുംഭമേളകൾ നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു സ്ഥലത്ത് 12 വർഷം കൂടുമ്പോഴാണ് കുംഭമേളകൾ നടക്കുക. 12 വർഷത്തിലൊരിക്കൽ നദികളിൽ അമൃതിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അന്ന് സ്നാനം ചെയ്താൽ പുനർജന്മരഹിതമായ മോക്ഷം നേടുമെന്നുമാണ് വിശ്വാസം. ഹൈന്ദവ ധർമ്മത്തിലെ എല്ലാ ധാരകളിൽ നിന്നുള്ള സ്വാമിമാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്നാനത്തിനെത്തും. സപ്തർഷികളെ പോലുള്ള ദിവ്യ ഋഷിമാരും ആ സമയത്ത് അദൃശ്യരായി എത്തും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ സന്യാസിമാർ വളരെ മനോഹരമായി മാനേജ് ചെയ്യുന്ന ഒരു ക്രൗഡ് മാനേജ്മെന്റ് തന്നെയാണ് ഓരോ കുംഭമേളയും. ഈ കുംഭമേളയിലേക്കാണ് ദേശീയ പോലീസ് അക്കാദമിയിലെ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ക്ഷണിച്ചിരിക്കുന്നത്. സന്യാസിമാരുടെ മാനേജ്മെന്റ് അത് ചെറിയൊരു കാര്യമല്ല. ന്യൂസ് ഡെസ്ക് കർമാനസ്.